CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പിണറായി വിജയനും കുരുക്കായി ശശിധരൻ കർത്തയുടെ മൊഴി. പിണറായി വിജയനുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് വീണയ്ക്കും കമ്പനിക്കും പണം നൽകിയതെന്ന് മൊഴി നൽകിയിരിക്കുന്നു ശശിധരൻ കർത്ത. വീണ CMRLന് സേവനം നൽകിയിട്ടില്ലെന്നും ശശിധരൻ കർത്ത പറഞ്ഞിരിക്കുന്നു. രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തോ അതിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു. യാതൊരു സേവനവും നൽകാതെയാണ് ഈ പണം നൽകിയത് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, പിണറായി വിജയനോടുള്ള അടുപ്പം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാ മാസവും പണം നൽകിക്കൊണ്ടിരുന്നത് എന്ന് ശശിധരൻ കർത്ത പറയുക കൂടി ചെയ്തതോടുകൂടി നമ്മൾ ഈ സാങ്കേതികമായി ക്ലീഷയായി പറയുന്നത് പോലെ കുരുക്ക് മുറുകുകയാണ് അക്ഷരാർത്ഥത്തിൽ. അഭിലാഷ്, തീർച്ചയായും. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നേരത്തെ റെയ്ഡ് നടത്തി, അതിനുശേഷം ഫ്രീസിംഗ് നടപടികളുണ്ടായി. തുടർന്ന് അത് കൺഫേം ചെയ്യാൻ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഡോക്യുമെന്റുകളിലാണ് ഈ ശശിധരൻ കർത്തയുടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. അത് നേരത്തെ ഈ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റായി മാറുകയാണ്. അത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ വീണയെ സംബന്ധിച്ചിടത്തോളം വലിയ കുരുക്കായി തീരുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇല്ലാത്ത സേവനത്തിനാണ് കരാർ എന്ന സംശയം, നിഗമനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. അതിൽ കൂടുതൽ കൺഫർമേഷൻ നൽകുന്ന തരത്തിലാണ് ഈ മൊഴികളായി ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. 2.78 കോടി രൂപ വീണയ്ക്ക് നൽകിയത് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ്, റിലേഷൻഷിപ്പിന്റെ പേരിലാണ് എന്ന കാര്യം ശശിധരൻ കർത്തയുടെ മൊഴിയിലുണ്ട് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 2024 4-ാം മാസം 17-ാം തീയതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തപ്പോൾ ശശിധരൻ കർത്ത പറഞ്ഞു എന്താണ് അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: ഹി ഓൾസോ അഡ്മിറ്റഡ് പേയ്മെന്റ്സ് ടു ശ്രീമതി വീണ ടി ആൻഡ് മെസേഴ്സ് എക്സാലോജിക് പ്രൈവറ്റ് ലിമിറ്റഡ് വിത്തൗട്ട് സർവീസ് കൺസിഡറിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ദെൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള പിണറായി വിജയൻ എന്നതാണ്. അത് ഈ ഒരു ഡോക്യുമെന്റായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നു. അതിനുശേഷം പിന്നീട് പറയുന്നത് 2.78 കോടി രൂപയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു സർവീസും ഇല്ലാതെയാണ് നൽകിയിരിക്കുന്നതെന്ന കാര്യം പറയുകയാണ്. ദിസ് വാസ് കൺഫേംഡ് ബൈ അഡ്മിഷൻസ് ഓഫ് മിസ്റ്റർ SN ശശിധരൻ കർത്ത ആൻഡ് അതേഴ്സ് ഇൻക്ലൂഡിംഗ് ശ്രീമതി വീണ ടി ഹെർസെൽഫ് ഹു അഡ്മിറ്റഡ് നോ ഡെലിവറബിൾസ് വേർ പ്രൊവൈഡ് ടു CMRL. അതായത് ഒരു തരത്തിലുള്ള സേവനവും നൽകിയിട്ടില്ല എന്ന് വീണ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നതാണ് ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂചിപ്പിക്കുന്നത്. അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യവുമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2014-15 കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഉണ്ടാകുന്ന കാര്യമെന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്നത് ആദ്യ പിണറായി സർക്കാർ വരുന്നു. തുടർന്ന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ കരാർ കിട്ടുകയാണ്. ഒന്ന് വീണയ്ക്ക് IT കൺസൾട്ടന്റായി CMRL നിയമിക്കുന്നു, അതിന്റെ കരാറ്. മറ്റൊന്ന് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കരാറ്. അങ്ങനെ 2 കരാറ്. ഒരാൾക്ക്, അതായത് വീണയ്ക്ക് 5 ലക്ഷം മാസം, എക്സാലോജിക്കിന് 3 ലക്ഷം. ആ ഇനത്തിൽ തുക ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു ഏകദേശം 2017 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിലാണ് ആദ്യ പിണറായി സർക്കാർ വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ക്രോണോളജിക്കൽ ഓർഡർ എന്നത് സംബന്ധിച്ച് അതിൽ അന്വേഷണ ഏജൻസികൾ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ കർത്തയുടെ മറ്റൊരു സ്ഥാപനമായിട്ടുള്ള EICPL ഉണ്ട്. അത് 50 ലക്ഷം രൂപ എക്സാലോജിക്കിന് ലോൺ അനുവദിച്ചിരുന്നു. അതിന്റെ റീപേയ്മെന്റ് കൃത്യമായി നടന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയധികം ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് എക്സാലോജിക്കിന് നൽകിയത് ഈ ഒരൊറ്റ സ്ഥാപനമായിരുന്നു. CMRL എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥാപനമായിരുന്നു. മറ്റൊരു സ്ഥാപനവും ഈ എക്സാലോജിക്കിന് കൃത്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ക്ലയന്റ് ആയിരുന്നില്ല. അങ്ങനെ ഇത്രയും വലിയൊരു ക്ലയന്റ് ഈ എക്സാലോജിക്കിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റ, ഈ സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്തില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവും വീണയ്ക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ CMRLനോ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെയൊക്കെ ഉത്തരം കൂടിയാവുകയാണ് ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസ് എന്ന് പറയുന്നത് 182 കോടി രൂപയുടെ ഫിക്ഷ്യസ്